കോഴിക്കോട് നടുവണ്ണൂരിൽ സ്വകാര്യ വ്യക്തികളുടെ മീൻ കൃഷി നടത്തുന്ന കുളത്തിൽ വിഷം കലർത്തിയതായി പരാതി. 50ഓളം മീനുകൾ ചത്തുപൊങ്ങി. ഇന്നലെ ഉച്ച മുതലാണ് മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. സാനിയോ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നടുവണ്ണൂർ മന്തങ്കാവിൽ അലി എന്ന് പറയുന്നയാളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കുളത്തിൽ വളർത്തിയിരുന്ന മീനുകൾ ചത്ത നിലയിലാണിപ്പോൾ കാണുന്നത്. ഇന്നലെ ഉച്ച മുതൽ മീനുകൾ ചത്തുപൊങ്ങുന്നതായാണ് ഇവിടെ നിന്ന് ഇവർ പറയുന്നത്. നിരവധി മീനുകളാണ് ചത്തുപൊങ്ങുന്നത്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന മീനുകളാണ്. ഇതിപ്പം എന്താ സംഭവിച്ചതെന്നാണ് കരുതുന്നത് നിങ്ങൾ? ഇത് എന്താണ്, വിഷം കലക്കിയതാണെന്നും അറിയില്ല, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എന്തോ കുഴപ്പമാണെന്നുള്ളത് അറിയില്ല. ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു അതിൽ? ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. കുറേ സാമൂഹിക വിരുദ്ധർ വന്നിട്ട് പിടിച്ചു കൊണ്ടുവന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ തീറ്റ കൊടുക്കാനൊക്കെ വരുന്നേരം ഇവിടെ ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് പരാതി കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, നിലവിൽ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളവും മീനും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയിരിക്കുന്നത്? ഇതിലിപ്പോൾ വാളയാണ് ചത്തു പൊങ്ങിയത്. പിന്നെ വരാലുണ്ട്. വരാലിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഏകദേശം എത്ര മീനുകൾ പൊന്തിയിട്ടുണ്ടാവുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്? 50 എണ്ണം ഏകദേശം ഉണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ കുറേ എടുത്ത് ഒഴിവാക്കി. കാരണം ചീഞ്ഞ് ഇതാവുന്നതുകൊണ്ട്, സ്മെല്ല് വരുന്നതുകൊണ്ട് കുറേ എടുത്ത് ഒഴിവാക്കി. 50ഓളം വാള വിഭാഗത്തിൽപ്പെടുന്ന മീനുകളാണ് ചത്തുപൊങ്ങിയിരിക്കുന്നത്. വരാൽ വിഭാഗത്തിൽപ്പെടുന്ന മീനുകൾക്ക് വലിയ കുഴപ്പം ഇല്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇവർ പരാതി കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുളത്തിൽ വിഷപദാർത്ഥം കലക്കിയതോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ എന്തെങ്കിലും ചെയ്തതോ ആണോ എന്നാണ് ഇപ്പോൾ ഇവരുടെ സംശയം. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകേണ്ടതാണ്. അതിൽ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ സങ്കട ഹർജി വയ്ക്കുകയാണ്.